മാലോ, മേശയിൽ കാശ് ഇരിക്കുന്നുണ്ട്. പെയിന്റ് അടിക്കാർക്കും പണിക്കാർക്കുള്ള കാശ് കൊടുക്കണം. ഇന്ന് ചിലപ്പോ ഞാൻ തിരിച്ചെത്തിയില്ല എന്ന് വരും. ഉറക്കളച്ച് കാത്തു നിൽക്കാനും കരയാനും ഒന്നും നിൽക്കണ്ട. അപ്പോ കുറിപ്പണം വാങ്ങാനല്ലേ പോണത്? അതെ. എന്നിട്ട് എനിക്കൊരു ദിക്കിൽ പോകേണ്ടി വരും. എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പോയാ കുടുംബത്തുള്ളവർക്കൊരു സമാധാനം ഉണ്ട്. ഇത്രയൊക്കെ സമാധാനം മതി. സമാധാനം കുടുംബത്തിരിക്കുന്നവർക്ക് മാത്രം മതിയല്ലോ സമാധാനം. ബാക്കി ആർക്കും വേണ്ട എന്ന് ഞാൻ പറഞ്ഞോ? പിന്നെന്താ പറഞ്ഞ നീ? ഓരോരുത്തർക്ക് അവരുടെ സമാധാനം, ജീവിതം, സുഖം. പിന്നെന്തൊക്കെയാ വേണ്ടേ? എല്ലാവർക്കും വേണം ഇതൊക്കെ. അതാർക്കും മനസ്സിലാവില്ല ഒരുത്തനും. പോത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാ. ഇടംപോത്ത് നിന്നാലും കരി താഴ്ന്നാലും കല്ല് തടഞ്ഞാലും അടി മുഴുക്ക വലമ്പോത്തിന് തന്നെ അനുഭവിക്കുക തന്നെ. ഞാൻ പോണു. ഒന്ന് വേഗം ആകട്ടെ എന്റെ കരുണ. ചുണ്ണാമ്പ് തീരാറായി. വാങ്ങാം. കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കോ? എന്നാ ഉണ്ടാവും വിശപ്പ്. ഇതൊക്കെ എന്റെ കണ്ണി കാണുകയും വേണമല്ലോ. നിന്നോടിപ്പോ മാറാലടിക്കാൻ പറഞ്ഞ ആരാ? അതിനൊക്കെ ഇവിടെ ആളറിയുന്നുണ്ടല്ലോ. ഭൂഷണേനും മാറാലൊക്കെ അടിക്കാൻ പറഞ്ഞു. ആര്? ഞാനാ പറഞ്ഞേ. ഇവിടെ എപ്പോഴും മാറാലെ അടിച്ചു വാരണത് നളിനി തന്നെയല്ലേ? എന്നത്തെ പോലെയാ ഇന്ന്? എന്റെ അമ്മയെ കണ്ണി ചൊറയില്ല നിങ്ങൾക്കൊക്കെ. ഇനി പുതുപ്പെണ്ണ് വരുമ്പോ അവളുടെ തുണി കൂടെ അലക്കിക്കോ അവളെ കൊണ്ട്. ഏട്ടാ സാരില്ല, ഞാൻ ഓടിയപ്പുറത്ത്. മാലതി, ആ ചൂലങ്ങ് വാങ്ങി. മോൾ അപ്പുറത്ത് പോയിരുന്നു. ദൈവത്തെ ഓർത്തൊരു അപേക്ഷ ഉണ്ട്. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. സ്കൂളിൽ പോയില്ലേ രണ്ടാളും? ഒന്നുമില്ല, പോയി കളിച്ചോ. ആ, എല്ലാരും എത്തിയോ? കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഏട്ടനൊരു സഹായത്തിന് ഞങ്ങൾ എത്തില്ലെങ്കിൽ ഏട്ടനത് വിഷമാവില്ലേ? ആ, അത് നന്നായി. ഇതൊക്കെ എവിടെന്നാ നീ വാങ്ങിയതാ? അല്ല, മേനോൻ സാർ കൊടുത്തു വിട്ടതാ. എന്റെ മുറിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വേണ്ടിയിരുന്നില്ല, നമുക്ക് പണിയേ കുറവുള്ളൂ. അല്ല, കൊടുത്തു വിട്ടപ്പോ വേണ്ടാന്ന് പറയാൻ പാടുണ്ടോ? 10-15 ഉറുപ്പിയുടെ സാധനം ഉണ്ടേ. ശോഭ നല്ല സൗകര്യത്തിൽ വളർന്ന കുട്ടിയല്ലേ? ആയിക്കോട്ടെ, സൗകര്യങ്ങള് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാവും. ഇവിടെ വരുമ്പോ ഇവിടത്തെ സൗകര്യങ്ങളോട് തൃപ്തിപ്പെടണം. അങ്ങനെയാ വേണ്ടേ? സുധേ നളിനിയുടെ അപ്പുറത്തുണ്ട്. ഒന്ന് എന്റെ മുറിയിലേക്ക് വരാൻ പറ്റും? അല്ല, എന്റെ പഴയ ചാരികസരോ? അത് ഈ പുതിയതൊക്കെ ഇവിടെ ഇട്ടപ്പോ അതിവിടെ ഒരു അഭംഗിയായി തോന്നി. അപ്പൊ അത് മുകളിലേക്ക് മാറ്റിയിട്ടു. പകരം ചൂരൽ നെയ്ത പുതിയതൊരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതൊന്നും വേണ്ട, ഏട്ടൻ പഴയ ആളല്ലേ. എന്റെ വേർപ്പും ചെളിയൊക്കെ പിടിക്കാൻ പഴയ തുണിക്കസര തന്നെയാ നല്ലത്. അതിട്ടിട്ടുണ്ടാവണം അഭംഗി എല്ലാരും അങ്ങ് സഹിക്കുക. വല്യേട്ടാ വിളിച്ചു പറഞ്ഞു. ആ, വിളിച്ചു. എന്താ വല്യേട്ടാ? പറയാം, നീ ഇരിക്കെ. വലിയേട്ടൻ്റെ അടുത്തിരിക്കെ. അച്ഛൻ മരിക്കുമ്പോ നീ കൈക്കുഞ്ഞ അവിടെ നിന്ന് എല്ലാരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വലിയേട്ടൻ പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണവര് അതൊക്കെ മറന്നു എന്നാ തോന്നേ. ഇന്ന് വരെ സത്യക്കേട് കാണിച്ചിട്ടില്ല വലിയേട്ടൻ. പക്ഷേ ഇപ്പൊ ചെയ്തു എന്നൊരു തോന്നല്. മനസ്സിന് സമാധാനമില്ല. വല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. നളിനിയുടെ കാര്യ ഞാൻ പറയണേ. അവളോടും കുഞ്ഞമ്മാമ്മയോടും ഞാൻ നെറുകേട് കാണിച്ചു. ശരിയാണ് വല്യേട്ടാ. വല്യേട്ടനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് ഏടത്തിയോട് പറയും ചെയ്തു. എല്ലാം അറിയണ വല്യേട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത്. തെറ്റാണ്. വല്യേട്ടൻ സമ്മതിച്ചു കൊടുത്തു. എല്ലാവരുടെ മുമ്പിൽ തോറ്റു കൊടുത്തു. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? എന്താ ഒന്നും മിണ്ടാത്തെ? തെറ്റിപ്പിരിഞ്ഞു പോകരുത്. എല്ലാരും വേണം വലിയേട്ടൻ. എന്റെ കണ്ണടയണ വരെ മടക്കുടുംബം ഇതുപോലെ ഉണ്ടാവണം. അതുകൊണ്ട് നെറുകേട് കാണിച്ചു. വല്യേട്ടൻ ചെയ്തതാ ശരി. തെറ്റോ ശരിയോ എനിക്കറിയില്ല.
എന്നാ വല്യേട്ടനെ ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഇവളോട് കാണിച്ച നെറുകേട് തിരുത്തണം. വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം. അതിന് വല്യേട്ടന് മുമ്പിൽ ഇപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, മോഹൻദൻ. വല്യേട്ടനോട് വെറുപ്പ് തോന്നരുത്. അയാള് സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ വാക്ക് വന്നിട്ടില്ല. പിന്നെന്തിനാ വല്യേട്ട എന്റെ അടുത്ത് പറയേണ്ട കാര്യം? നമുക്കത് ഉടനെ നടത്തും. പറയണം. നിനക്ക് ആലോചിച്ച ചക്കനാ. നാളെ നീ എന്റെ നേരെ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. പേടിയാണ് മോനെ. വല്യേട്ടന് ഇപ്പൊ എല്ലാരും പേടിയാ. ഏട്ടാ, അനുസരണക്കേട് വിചാരിക്കരുത്. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഞാനിവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് വിളിച്ചത് ഇതാണ്. നീ ഈ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അലയണത് എനിക്ക് കാണാൻ വയ്യ. ഏട്ടനോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടന്റെ വാക്കിനായിരുന്നെന്ന് പറയരുത്. പറയോ? സുധയുടെ ആദ്യം നടക്കട്ടെ, പിന്നെ ആദ്യം നിന്റെ. അവളെക്കാൾ മൂത്ത നീയാ. ഏട്ടനെ നീ വേറെ ഒന്നുമല്ല. സുധേ, തള്ളി എടുത്തിട്ടുള്ള സ്വർണ്ണ ഉടുപ്പൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. വല്യേട്ടന് 3 പോയി വാങ്ങിയതാ. ഇഷ്ടായ നോക്ക്. കരയാതെ ചെല്ലു കുട്ടിയെ. വാ നല്ലേടത്തി. എന്തിനാടി വിഷമിക്കണേ? എന്നോട് പറഞ്ഞ പോരായിരുന്നു. ഞാൻ അവരോട് സംസാരിക്കായിരുന്നല്ലോ. കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ടു. വേണ്ടായിരുന്നു. സാരല്ലടി, താഴണ്ടപ്പോ താഴണം. എന്നാലും മനസ്സിനൊരു സമാധാനായി. കുഞ്ഞമ്മാവോടും അമ്മയോടും വിജയനോടും എല്ലാവരോടും ചെന്ന് പറയേ, 2 കല്യാണം നടക്കാൻ പോണേ. വെള്ളിയാഴ്ച നള്ളിയുടെ, ഞായറാഴ്ച വിജയന്റെ. ഇല്ലേ? മണവാട്ടി പെണ്ണ് ചേരും. ഇപ്പൊ ഒരു തമിഴത്തിയുടെ ചായ ഉണ്ട്. നല്ലേടത്തി. അയ്യേ, കരയേ? എന്താ ഇത്? നല്ല ചേലുണ്ട്. മാലതി പറഞ്ഞില്ലേ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ കുഞ്ഞമാമേത്? എന്റെ പൊന്നു പോലെടാ നീ. എന്റെ പൊന്നു പോൽ. നല്ലേടത്തി, കരയണ്ട.